ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. സംബന്ധിക്കുന്നത് ഡോക്ടർ രേഖാരാജാണ്. ഏറ്റവും അവസാനം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല, അങ്ങനെയുള്ള അർത്ഥമല്ല. IFFKയിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയാണ് രേഖാരാജ്. പിക്കിക എന്ന് പറയുന്ന ഒരു സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയാണ്. അക്കാഡമീഷ്യനാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സിനിമ എഴുതുമ്പോൾ ഒരേ സമയം അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വിഷനെയും ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെയും എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എഴുത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ? അതിനു മുമ്പ് ഇവിടെ നടന്ന കുറച്ച് വിഷയങ്ങൾ പങ്കെടുത്ത് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന രണ്ട് ഭാഗമായി തിരിക്കാം. ഒന്ന് ഇതുവരെ നടന്ന ചർച്ചകളോടുള്ള എൻ്റെ ഒരു റെസ്പോൺസും, രണ്ടാമത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും പറയാം. ഇന്നിപ്പോൾ ബാക്കി 4 പേരും സിനിമയുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചിട്ടും സിനിമയിലെ പങ്കാളിത്തത്തെക്കുറിച്ചിട്ടും എങ്ങനെയാണ് നമ്മുടെ സാമൂഹിക മൂല്യസങ്കല്പങ്ങൾ, സമൂഹത്തിലെ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുള്ള ബന്ധങ്ങളുള്ള അസമബന്ധങ്ങൾ എങ്ങനെയാണ് കലയിൽ പ്രതിഫലിക്കുന്നതെന്ന് അവർ നിരീക്ഷിക്കുകയുണ്ടായി. രണ്ടാമത് പറയാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ കഥ പറയുമ്പോഴോ, സ്ത്രീകൾ സംവിധാനം ചെയ്യുമ്പോഴോ, സ്ത്രീകൾ കലയുടെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ അതിക്രമത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കോടതി വിധി, അങ്ങനെ പല ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ചർച്ച നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിനെ പരിശോധിക്കുകയാണെങ്കിലും 2 തരത്തിൽ ഇതിനെ കാണാൻ കഴിയും. ഒന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഒരു ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസിൻ്റെ ഇതിലൂടെ നോക്കി കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരിടത്തിലുള്ള അസമബന്ധങ്ങളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതിൻ്റെ പല പടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു ചോദ്യം. ആദ്യം അതിനെ കോൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് അസമമാണെന്ന് വിളിച്ചു പറയുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് ഈ കേസിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളതും ആളുകൾ ഒരു ഇൻഡസ്ട്രി, വളരെ വലിയ മൂലധന മുടക്കുമുതൽ ആവശ്യമുള്ള, വളരെ ആൺപോയ്മ സ്വഭാവമുള്ള, പലതരത്തിലുള്ള മാഫിയ സ്വഭാവമുള്ള ഒരു ഇൻഡസ്ട്രി, അത് വളരെ ആൺപോയ്മ സ്വഭാവമുള്ളതാണെന്നും അതിന് ക്രിമിനൽ സ്വഭാവമുണ്ട് എന്നും വിളിച്ചു പറയാൻ പറ്റി എന്നുള്ളതാണ്. അതിനു മുമ്പ് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരുന്ന കാര്യത്തിനെ വളരെ കൃത്യമായി പറയുകയും ആ സംഗതിയെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്യുന്നുള്ളത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ളൊരു വലിയ വിജയമായി ഞാൻ കാണുന്നു. ഒരു ക്രൈമിനെ, ഒരു അതിക്രമത്തെ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക എന്നുള്ളത്. സാധാരണ നമുക്കറിയാം, ഒരു 20 വർഷം മുമ്പ് കേരളത്തിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് റാക്കറ്റ് കേസുകൾ നടക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അത് അനുഭവിച്ച സ്ത്രീകളുടെ പേരോ നാളോ അഡ്രസ്സോ ഒന്നും നമുക്ക് അറിയുണ്ടായിരുന്നില്ല. അവരൊക്കെ അതാത് സ്ഥലങ്ങളുടെ പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 20 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിൽ മീറ്റു മൂവ്മെൻറ്റ് വരുമ്പോൾ മീറ്റു മൂവ്മെൻറ്റിൽ ഒരുപാട് പേരുടെ പേരുകൾ വിളിച്ചു പറയപ്പെട്ടു. കേരളത്തിലെ മീറ്റു മൂവ്മെൻറ്റ് മറ്റ് മീറ്റു മൂവ്മെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സംഭവിച്ചത് കേരളത്തിലെ കീഴാള സ്ത്രീകളുടെ മുൻകൈയിലായിരുന്നു അത് സംഭവിച്ചതെന്നുള്ളതാണ്. കേരളത്തിലെ കീഴാള സ്ത്രീകൾ എണ്ണം പറഞ്ഞ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വരികയും ഇന്ന ആളുകൾ കുഴപ്പക്കാരാണ്, അവരെ ശ്രദ്ധിക്കണം, അവരെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് പറയുകയും ചെയ്തു. അവർക്കൊന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, അവരൊക്കെ കരിയറിലും മറ്റുമൊക്കെ മിടുക്കികളായി മാറുകയും ചെയ്തു. അതായത് കേരളത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക്, ഏത് സമൂഹത്തിലെയും ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാഭാവിക ശേഷിയുണ്ട്, സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കാനുള്ള സ്വാഭാവിക ശേഷിയുണ്ട് എന്ന് കാണിച്ച ഒരു സംഭവമായിരുന്നു അത്. ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പുതിയ സംഗതിയെ കാണുന്നത്. ഒരു പുതിയ രാഷ്ട്രീയ ഭാഷ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ വേറൊരർത്ഥത്തിൽ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു മനോഹരമായ കാഴ്ച കാണാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ സങ്കടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. നമ്മളെല്ലാവരും അത് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും നിരാശരാണ് കോടതി വിധിയിൽ, നമ്മളെല്ലാവരും അതിൻ്റെ പ്രോസസ്സിന് വിഷമത്തിലാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിനെയൊന്ന് നമ്മൾ വേറെ തരത്തിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയൂ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന്, നമ്മുടെ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളെ ഒരു ലിംഗനീതി വ്യവസ്ഥയുടെ, ലിംഗനീതി ബോധത്തിൽ ഉൾപ്പെട്ട് അങ്ങനെയുള്ളൊരു നോക്കുപാടിൽ നിന്ന്
ഒരു നോക്കിലൂടെ നമുക്ക് നോക്കിക്കാണുവാനും അതിനെ പുനഃപരിശോധിക്കാനും കഴിയുമെന്നുള്ളതാണ്. നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾ, നിയമങ്ങൾ, നമ്മുടെ പോളിസികൾ, നമ്മുടെ സമീപനങ്ങൾ എന്നിവയെ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കാണുവാനും അതിനെ മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത്. മൂന്നാമത് നമ്മളിവിടെ സംസാരിച്ച കാര്യം തന്നെയാണ് പ്രതിനിധാനം എന്ന് പറയുന്ന കാര്യം. കേവല പ്രതിനിധാനം ഒന്നും സംഭവിക്കില്ല ഈ ജഡ്ജ്മെന്റ് കൊണ്ട് നമുക്ക് മനസ്സിലായി. കാരണം സ്ത്രീകളായിട്ടുള്ളവർ അധികാരത്തിൽ ഏറുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അവർ ഈ പേട്രിയാർക്കിയുടെ മൂല്യങ്ങളെ അതിജീവിച്ചവരല്ലെങ്കിൽ. അപ്പോൾ ഒരു പേട്രിയാർക്കി നിലനിൽക്കുന്ന, ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ അതിനെ മനസ്സിലാക്കുവാനും അതുണ്ടാക്കുന്ന അതീവ ഗുരുതരവും ലേഡുമായിട്ടുള്ള റിയാലിറ്റികളെ മനസ്സിലാക്കുവാനും കഴിഞ്ഞില്ലെങ്കിൽ നീതി എന്നതിനെ നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല. നീതി ഒരു വളരെ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു സംഗതിയായി മാറും. നീതിയെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള മൂർത്തമായ ഒരു സംഗതി ആയി മനസ്സിലാക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യണമെങ്കിൽ അതിനെ നമ്മുടെ വ്യവസ്ഥിതിയിലുള്ള ലേഡായിട്ടുള്ള അസമബന്ധങ്ങളെ കുറിച്ചിട്ടും അത്തരം ആളുകളുടെ ലീവ്ഡ് എക്സ്പീരിയൻസിനെ മുൻനിർത്തിയുള്ള ഒരു നിയമ സമീപനം, ഒരു നീതി സമീപനം നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ് ഈ കേസ് ഉയർത്തിയതെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ വളരെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഇടപെടൽ ആവശ്യമുള്ള ഒരു ഘട്ടമാണ്. നീതിബോധമുള്ള ആരും ഇടപെടേണ്ട ഒരു സമയമാണ് എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഭാഗം എൻ്റെ പ്രതികരണത്തിലെ എങ്ങനെയാണ് എഴുത്തിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത്. എനിക്ക് ഒരു സർഗാത്മക എഴുത്തുകാരിയാവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇങ്ങനെ തമാശയ്ക്ക് പറയില്ലേ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എന്തോ ആയിപ്പോയെന്നൊക്കെ പറയുന്ന മാതിരി എൻ്റെ സമയത്ത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോഴും എഴുത്തും വായന ആരംഭിക്കുമ്പോഴൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകളുടെ അഭാവം എൻ്റെ സമുദായത്തിലുണ്ടായിരുന്നു. ചിന്തിക്കുക, ചിന്തയെ രൂപപ്പെടുത്തുക, നോളജ് പ്രൊഡക്ഷൻ നടത്തുക എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തായിരുന്നു എൻ്റെ എഴുത്തും വായനയൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ ബോധപൂർവം ഞാൻ നോൺ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഴുത്തിലാണ് ശ്രദ്ധ രൂപീകരിച്ചത്. ഈ ഒരു മധ്യവയസ്സിലെത്തി നിൽക്കുമ്പോൾ ക്രിയേറ്റീവായി എഴുത്തിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഞാനൊരു നമ്മുടെ മലയാള സിനിമയുടെ സിനിമ പ്രത്യേകിച്ച് നിരൂപണത്തിലുള്ള ഒരു വലിയ പ്രശ്നം വെച്ചാൽ ഈ രാഷ്ട്രീയ ശരിക്ക് വേണ്ടിയിട്ടുള്ള വലിയ ശാഠ്യം മനുഷ്യർക്കുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഈ രാഷ്ട്രീയ ശരി ആ ഒരു ശാഠ്യം അത്ര പുലർത്താത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ടായിരുന്നു ഇത് എഴുതാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെപ്പോഴും സിനിമകളിൽ ഇങ്ങനെ കോഡുകളെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് പ്രേക്ഷകരോട് ഇതെല്ലാം റീഡ് ചെയ്തെടുക്കാൻ പറയുന്ന ഒരു സംഭവമാണ്. ഭാഗ്യവശാലും നിർഭാഗ്യവശാലും ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. ഞാനൊരു ഒരു കഥയെ എഴുതാനാണ് ശ്രമിച്ചത്. അതിൻ്റെ ഡീറ്റെയിലിങ് നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് നന്നായി ഇല്ലയോ എന്നൊക്കെ കണ്ടവർ പറയട്ടെ വിചാരിച്ചിട്ട് ഇതാക്കാണ്. താങ്ക് യു.